ഖുർആൻ അത് മുസ്ഹഫ് തുറന്നു നോക്കാത്ത നിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം എന്ന് പറയുന്നത് അത് വലിയ നഷ്ടമാണ്. ആ ദിവസം ഖുർആൻ മുസ്ഹഫ് ഒന്നെടുത്ത് തുറന്നു നോക്കാത്തൊരു ദിവസം, അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാത്തൊരു ദിവസം സഹോദരൻ, അത് നഷ്ടമാണ്. ഒരാൾക്ക് അങ്ങനെ ചെയ്താൽ കുറ്റമുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. വാജിബായ പാരായണം അത് നിസ്കാരത്തിലെ പാരായണമാണ്, ശരിയാണ്. പക്ഷേ ഈ ഖുർആൻ അതുമായി ബന്ധമില്ലാത്ത നിൻ്റെ ജീവിതം, അതുമായി ബന്ധമില്ലാത്തൊരു അതെന്ത് ദിവസമാണ്? സഹോദരങ്ങളെ ശ്രമിക്കുക, സാധിക്കും. ഓതി പരിചയമില്ല അല്ലെങ്കിൽ ഓതി ശീലമില്ലാത്ത ആളുകൾ ശ്രമിക്കുക. എത്രയാണോ നിനക്കൊരു ദിവസം സാധിക്കുന്നത് അല്പമെങ്കിലും നീ പാരായണം ചെയ്യുക. ഇതൊരു ജുസ് ആയാൽ അൽഹംദുലില്ലാ, അത് എത്ര ഖൈറാണ്. ഒരു മാസം കൊണ്ട് ഖുർആൻ മുഴുവനായി പൂർത്തീകരിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ കലാം അത് തുടക്കം തൊട്ട് അവസാനം വരെ ഓതി പൂർത്തിയായാൽ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരിൽ ചിലർ കുടുംബക്കാരൊക്കെ വിളിച്ചിട്ട്, വീട്ടുകാരെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കും, അവരെ കൊണ്ട് ആമീൻ പറയിക്കും. കാരണം അവർ വിശ്വസിച്ചിരുന്നു ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ അവിടെ ഉത്തരം ലഭിക്കുന്ന ദുആ ഉണ്ട് എന്ന്. ഖത്മുൽ ഖുർആനിൻ്റെ ദുആ എന്ന് പറഞ്ഞ് പല മുസ്ഹഫുകളിലും പിന്നിൽ ദുആ അച്ചടിച്ചത് കാണാം. അങ്ങനെ ഇന്നൊരു ദുആ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, സഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല. നിശ്ചിതമായൊരു ദുആ ചെയ്യണമെന്ന് ഇല്ല. മറിച്ച് എന്തും നിനക്ക് ദുനിയാവിൻ്റെയോ ആഖിറത്തിൻ്റെ ഏത് കാര്യം ദുആ ചെയ്യപ്പോൾ മുസ്ഹഫ് അത് ഖുർആൻ ഒരു ഖത്മ പൂർത്തിയായ ഒറ്റക്ക് ദുആ ചെയ്യാം. അല്ലെങ്കിൽ ഭാര്യ മക്കളൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്ത് അവരോട് ആമീൻ പറയാം. അള്ളാഹു സ്വീകരിക്കാൻ ഏറെ സാധ്യതയുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് നോക്കൂ, ഒരു ദിവസം ഒരു ജുസ് സാധിക്കുമോ? ഇത്ര നല്ലതാണ്. രാവിലെ കുറച്ച് ഓതി, ഉച്ചയ്ക്ക് സമയം കിട്ടിയാൽ അല്പം ഓതി, അങ്ങനെ ശ്രമിച്ചു നോക്കൂ, സാധിക്കും. ഒരു ജുസ് പാരായണം ചെയ്തു വരുന്നവർ അല്പം വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു നോക്കൂ. സമയത്തിൽ നമുക്ക് വലിയ ബറക്കത്ത് ലഭിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്നേന സമയത്തിലെ ബറക്കത്ത് വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇപ്പോൾ ചെയ്യുന്നതിൽ എത്രയോ അധികം കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ സാധിക്കും. സമയം ഒരുപാട് ബാക്കിയുള്ളതായി തോന്നും. ഖുർആൻ ധാരാളമായി ഓതുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അവരുടെ ജീവിതത്തിലെ ബറക്കത്ത്, അവരുടെ ആയുസ്സിലെ ബറക്കത്ത്, അവരുടെ ആയുസ് തന്നെ ബറക്കത്തിലായിരിക്കുമെന്നാണ്. സലഫുകളിൽ, മുൻഗാമികളിൽ പലരും ഖുർആനുമായി അതിയായ ബന്ധമുണ്ടായിരുന്ന ആളുകൾ പലരും ഒരുപാട് പ്രായം വരെ ജീവിക്കുകയും എന്നാൽ പ്രായാധിക്യത്തിൻ്റെ പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവും മറ്റും അവരെ ബാധിക്കാതിരിക്കുകയും ചെയ്തതായി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്.